എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ജൂൺ 23-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് എത്തുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ജൂൺ മാസത്തിൽ വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ഇതോടൊപ്പം നിരവധി പ്രഖ്യാപനങ്ങൾ പെൻഷനുമായി ബന്ധപ്പെട്ട നിയമസഭയിൽ ധനമന്ത്രിയും മുഖ്യമന്ത്രിയും കൂടിയായി വി ഡി സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ചില MLA-മാരുടെ ചോദ്യത്തിന് മറുപടിയായിട്ടും മറ്റ് കാര്യങ്ങളുമായിട്ടുമുള്ള പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളും ക്ഷേമ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളുമാണ് വീഡിയോയിൽ പറയുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് അങ്ങനെ ക്ഷേമ പെൻഷൻ പ്രഖ്യാപിച്ചു. ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ ബുധനാഴ്ച മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയെ അറിയിച്ചു. ഉത്തരവ് 23-ാം തീയതി ചൊവ്വാഴ്ച ഇറങ്ങും. വിതരണം ബുധനാഴ്ച മുതൽ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അറിയിച്ചു. അംഗങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ക്ഷേമ പെൻഷൻ വർധനവ് ഉടൻ തന്നെ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കഴിഞ്ഞ സർക്കാർ ക്ഷേമ പെൻഷൻ 2500-ലേക്ക് എത്തിക്കുമെന്ന വാഗ്ദാനം നടപ്പിലാക്കിയില്ല. 1600 ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച് 2500-ലേക്ക് ആക്കുമെന്ന് പറഞ്ഞ് 4.25 വർഷം അനങ്ങാതെയിരുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മാത്രമാണ് 400 രൂപ വർദ്ധിപ്പിച്ച് 2000-ലേക്ക് എത്തിച്ചത്. ആ ഒരു ചതി ജനങ്ങളോട് UDF സർക്കാർ ചെയ്യില്ല എന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ പ്രസ്താവിച്ചു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ ഒരു പ്രസ്താവന ക്ഷേമ പെൻഷന്റെ വർധനവിൽ വലിയ താമസങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സർക്കാർ അധികാരത്തിൽ കയറിയിട്ടേ ഉള്ളൂ എന്നും കുറച്ച് സാവകാശം വേണമെന്നും കുറച്ച് സാവകാശം തരണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളിൽ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നും മുഖ്യമന്ത്രി മറ്റു അംഗങ്ങളുടെ മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ക്ഷേമ പെൻഷൻ അനുവദിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളിൽ പരിഷ്കരണം വരുത്തിയേക്കും. AC ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങൾ ഉണ്ട് എങ്കിൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് തടസ്സമുണ്ട്, ക്ഷേമ പെൻഷൻ അനുവദിക്കുന്നതിന് തടസ്സമുണ്ട്. അത് പുനഃപരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കാലാകാലങ്ങളിലായിട്ട് പെൻഷൻ അനർഹത പരിശോധന നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പെൻഷന് ഒരു സമയത്ത് അർഹതയുണ്ടായിരുന്നു. പിന്നീട് സാമ്പത്തിക സ്ഥിതി വലിയ തോതിൽ മെച്ചപ്പെട്ട ആളുകൾക്ക് പെൻഷൻ വാങ്ങുന്നുണ്ട് എങ്കിൽ അതിൽ നിന്നും ഒഴിവാക്കുകയും പുതിയ അർഹരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുന്ന നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങളുമായി മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളുണ്ട്. അത് വരും ദിവസങ്ങളിൽ വീഡിയോകളായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ ബുധനാഴ്ച മുതൽ വിതരണം ആരംഭിക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. വലിയ തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും വിതരണം ആരംഭിക്കും. നിലവിലുള്ള രീതിയിൽ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം തുടരും എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. കുറച്ചുകൂടി നേരത്തെ ലഭിച്ചു തുടങ്ങുന്നു പെൻഷൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മുഹറം അവധിക്ക് ശേഷമായിരിക്കും കയ്യിൽ വീടുകളിൽ പെൻഷൻ വിതരണം ഉണ്ടാകുക എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് കിട്ടിയവരും കിട്ടാത്തവരും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. PM കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത്തെ ഗഡു പശ്ചിമ ബംഗാളിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം നടത്തുകയുണ്ടായി. രാജ്യത്തെ 9 കോടിയോളം കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് 2000 രൂപ ആ സമയം മുതൽ ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശനിയാഴ്ചയാണ് വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് വിതരണം ചെയ്തത് എന്നുള്ളത് കൊണ്ട് തന്നെ പല അക്കൗണ്ടിലേക്കും ആ തുക എത്തിയിരുന്നില്ല. എന്നാൽ അക്കൗണ്ടുകളിലേക്കും ഇന്ന് വീണ്ടും തുക എത്തി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇന്നൊക്കെ കിട്ടിയിട്ടുള്ള ആളുകൾ താഴെ ഇന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 2 ഗഡുക്കൾ പല ആളുകൾക്കും മുടങ്ങിയിരുന്നു. സൈറ്റിൽ നോക്കുമ്പോൾ ഒരു കുഴപ്പവും ഇല്ലാത്ത ആളുകൾക്ക് വരെ മുടങ്ങിയിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ഈ മാസം വീണ്ടും കിട്ടി തുടങ്ങി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവും ഇല്ലാതെ കഴിഞ്ഞ തവണ മുടങ്ങിയിട്ടുള്ളവർ അല്ലെങ്കിൽ ഈ പ്രാവശ്യം മുടങ്ങിയിട്ടുള്ളവർ, കഴിഞ്ഞ തവണയ്ക്ക് കിട്ടി ഈ പ്രാവശ്യം മുടങ്ങിയിട്ടുള്ളവരൊന്നും പേടിക്കേണ്ടതില്ല. ചില സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിൽ ചില അക്കൗണ്ടുകൾ താൽക്കാലികമായി മരവിപ്പിക്കുന്നതാണ് അത് എന്ന് മനസ്സിലാക്കുക. അതായത് ഒരേ വീട്ടിൽ ഉൾപ്പെടുന്ന 2 പേർ ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ട് എന്നുള്ള ഒരു സംശയത്തിന്റെ പേരിൽ ഈ അക്കൗണ്ടുകൾ താൽക്കാലികമായി മരവിപ്പിക്കുകയും പിന്നീട് അത് ഇല്ല എന്ന് ബോധ്യപ്പെട്ടാൽ വീണ്ടും ആ ഒരു PM കിസാൻ സമ്മാൻ നിധി തുക വിതരണം ആരംഭിക്കുകയും പിന്നീട് ആ അക്കൗണ്ട് പുനഃസ്ഥാപിക്കുകയും ആക്റ്റീവ് ആക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഉള്ളത്.
അപ്പോൾ പരിശോധിക്കുമ്പോൾ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെയുള്ള ആളുകൾക്കും ചില ആളുകൾക്ക് മുടങ്ങിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആർക്കെങ്കിലും മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ കൃഷി ഓഫീസിൽ പോയിട്ട് ഒരു പ്രശ്നവും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. ആധാർ അധിഷ്ഠിത KYC ചെയ്യാൻ കഴിയുന്നതാണ്. അത് ബയോമെട്രിക് KYC ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യുക. ഇല്ലെങ്കിൽ OTP അടിസ്ഥാനമാക്കി KYC പൂർത്തീകരിക്കാവുന്നതാണ്. KYC KYC അപ്ഡേഷൻ ഈ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ കാണുന്നുണ്ട് എങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ മുടങ്ങിയിട്ടില്ല. ആ ഒരു കാരണം കൊണ്ട് അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ ചെയ്യാത്തവർക്ക് ഭാവിയിൽ മുടങ്ങിയേക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ മാസത്തെ തുകയാണ് കഴിഞ്ഞ ദിവസം വിതരണം ചെയ്തത്. ഇനി ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസത്തെ തുകയാണ് ലഭിക്കേണ്ടത്. അപ്പോൾ ഇനി കുറച്ച് താമസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇതിനുള്ളിൽ അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ പൂർണ്ണമായിട്ടും നിർബന്ധമായിട്ടും ചെയ്യണമെന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകളായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ നമുക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന 2027 ദേശീയ സെൻസസിന്റെ ഭാഗമായി വീടുകളുടെ കണക്കെടുപ്പ് സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്വയം എന്യൂമറേഷൻ സമർപ്പിക്കാനുള്ള അവസരമാണ് ഉള്ളത്. ഓൺലൈനായി കൊണ്ട് ഇത് സമർപ്പിക്കാം. sc.census.gov.in എന്ന വെബ്സൈറ്റിൽ കയറി നമ്മുടെ സംസ്ഥാനം സെലക്ട് ചെയ്തുകൊണ്ട് കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും ക്യാപ്ച കോഡും എൻ്റർ ചെയ്ത് നമ്മുടെ ഭാഷ തിരഞ്ഞെടുത്തതിന് ശേഷം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ട് ഈ ഒരു സെൻസസിൽ നമുക്ക് പങ്കാളികളാവാവുന്നതാണ്. ഈ ഒരു വിവരങ്ങൾ നൽകുന്നതോടുകൂടി നമുക്ക് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രിവ്യൂ നോക്കി അത് പൂർണ്ണമായും ശരിയാണ്, നമ്മൾ നൽകിയിട്ടുള്ള വിവരങ്ങൾ പൂർണ്ണമായിട്ടും ശരിയാണ് എന്ന് ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ H-ൽ തുടങ്ങുന്ന 11 അക്ക കോഡ് ഒരു നമ്പർ നമുക്ക് ലഭിക്കുന്നു. അത് എന്യൂമറേറ്റർമാർ വീടുകൾ സന്ദർശിക്കും. ജൂലൈ 1 മുതൽ ജൂലൈ 31 ആ ഒരു സമയത്ത് അവരെ കാണിച്ചാൽ മാത്രം മതി. പിന്നീട് നമ്മളെ വീടുകളിൽ നിന്നും സെൻസസിന് വിവരങ്ങൾ നൽകേണ്ടതില്ല. അപ്പോൾ ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി സെൻസസ് സ്വന്തമായിട്ട് ഓൺലൈനായിട്ട് ചെയ്യണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ വിതരണം ഇപ്പോൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വാങ്ങാത്തവർ വാങ്ങുക. ഫുട്ബോൾ ലോകകപ്പിന്റെ പശ്ചാത്തലത്തിൽ സബ്സിഡി ഇതര സാധനങ്ങൾ 11 ഇനം പാക്കറ്റ് സാധനങ്ങൾക്ക് വലിയ വിലക്കുറവ്, അതായത് ഓരോ ടീമും ഗോൾ അടിക്കുന്നതിനനുസരിച്ച് അത്ര ശതമാനത്തിന്റെ ഓഫറാണ് സപ്ലൈകോ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് ഉപയോഗപ്പെടുത്തണമെന്നും സബ്സിഡി സാധനങ്ങൾ വാങ്ങണമെന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം.